സ്പോർട്സ് പിച്ചിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കായിക പ്രേമികൾക്കും വീണ്ടും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്ത് നമ്മൾ ഒരുപാട് അഗ്രസീവായ സ്ലഡ്ജിംഗ് നടത്തുന്ന മൈതാനത്ത് കളി ജയിക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത കളിക്കാരെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതിനെല്ലാം നടുവിൽ തനിക്ക് നേരെ ഉയർന്ന കടുത്ത അവഗണനകളോടും ചതികളോടും പോലും ഒരു പുഞ്ചിരിയോടെ മാത്രം മറുപടി നൽകിയ ഒരു ജെന്റിൽമാൻ ഈ ആധുനിക ക്രിക്കറ്റിലുണ്ട്. അതെ, നമ്മളിന്ന് സംസാരിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെ ഗുഡ് ബോയ് എന്ന എതിരാളികൾ പോലും വിശേഷിപ്പിക്കുന്ന, മൈതാനത്തിനകത്തും പുറത്തും തന്റെ മാന്യമായ പെരുമാറ്റം കൊണ്ട് കോടിക്കണക്കിന് ആളുകളുടെ ഹൃദയം കീഴടക്കിയ നമ്മുടെ സ്വന്തം സഞ്ജു വിശ്വനാഥ് സാംസണെ കുറിച്ചാണ്. കളിക്കളത്തിലെ റൺവേട്ടകൾക്കപ്പുറം എന്തുകൊണ്ടാണ് സഞ്ജുവിനെ എതിരാളികൾ പോലും ഇത്രയധികം സ്നേഹിക്കുന്നത്? വംശീയ അധിക്ഷേപങ്ങളും സ്ലഡ്ജിങ്ങും നിറഞ്ഞ ആധുനിക ക്രിക്കറ്റിൽ ഒരു മലയാളി താരം എങ്ങനെയാണ് ട്രൂ സ്പോർട്സ്മാൻ എന്ന പദവിക്ക് അർഹനായത്? സഞ്ജുവിന്റെ ജീവിതത്തിലെ ചില അധികമാരും ചർച്ച ചെയ്യാത്ത, നിങ്ങളുടെ കണ്ണു നനയിക്കുന്ന ആ പെരുമാറ്റത്തിന്റെ കഥകളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. സഞ്ജുവിന്റെ ഏറ്റവും വലിയ ആയുധം എന്താണെന്ന് ചോദിച്ചാൽ അത് അദ്ദേഹത്തിന്റെ ബാറ്റ് മാത്രമല്ല, മുഖത്തുള്ള ആ നിഷ്കളങ്കമായ പുഞ്ചിരി കൂടിയാണ്. കരിയറിലെ ഏറ്റവും മോശം അവസ്ഥയിലൂടെ കടന്നുപോയപ്പോഴും ഇന്ത്യൻ ടീമിൽ നിന്ന് തുടർച്ചയായി തഴയപ്പെട്ടപ്പോഴും സഞ്ജു ആരോടും കയർത്ത് സംസാരിക്കുകയോ സോഷ്യൽ മീഡിയയിൽ നിരാശ പ്രകടിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. ഒരു മത്സരത്തിൽ സെഞ്ചുറി അടിച്ചാലും തൊട്ടടുത്ത മത്സരത്തിൽ 0-ന് പുറത്തായാലും സഞ്ജുവിന്റെ ഭാവത്തിൽ മാറ്റമുണ്ടാകാറില്ല. പല മുൻനിര ക്രിക്കറ്റ് താരങ്ങളും ഫോം ഔട്ട് ആകുമ്പോൾ മൈതാനത്ത് വെച്ച് അമ്പയർമാരോടോ സഹതാരങ്ങളോടോ ദേഷ്യപ്പെടുന്നത് നമ്മൾ കാണാറുണ്ട്. എന്നാൽ സഞ്ജുവിനെ ഇന്നുവരെ ആരും അങ്ങനെ ഒരു സാഹചര്യത്തിൽ കണ്ടിട്ടില്ല. വിക്കറ്റിന് പിന്നിൽ നിൽക്കുമ്പോഴും ബൗളർമാരെ പ്രോത്സാഹിപ്പിക്കുന്നതിലും എതിർ ടീമിലെ ബാറ്റ്സ്മാൻമാരെ നല്ലൊരു ഷോട്ട് കളിച്ചാൽ അഭിനന്ദിക്കുന്നതിലും സഞ്ജു എപ്പോഴും മുന്നിലാണ്. ഈ ഒരു മാന്യതയാണ് സഞ്ജുവിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. IPL രാജസ്ഥാൻ റോയൽസിന്റെ നായകനായിരുന്നപ്പോഴും പിന്നീട് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് എത്തിയപ്പോഴും സഞ്ജു എന്ന ലീഡറുടെ സ്വഭാവം ക്രിക്കറ്റ് പണ്ഡിറ്റുകളെ പോലും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. തോൽവികളിൽ സഹതാരങ്ങളെ കുറ്റപ്പെടുത്താതെ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം സ്വന്തം ചുമലിലേറ്റുന്ന ഒരു ക്യാപ്റ്റനാണ് അദ്ദേഹം. ഒരു വിദേശ താരം സഞ്ജുവിന്റെ ഈ പെരുമാറ്റത്തെക്കുറിച്ച് പറഞ്ഞത് നമ്മൾ ഓർക്കണം. ജോസ് ബട്ട്ലർ ഒരിക്കൽ പറയുകയുണ്ടായി, സഞ്ജുവിന്റെ കൂടെ കളിക്കുന്നത് ഒരു പ്രത്യേക അനുഭവമാണ്. അദ്ദേഹം എപ്പോഴും ശാന്തനാണ്. ക്യാപ്റ്റൻ എന്നതിലുപരി ഒരു നല്ല സുഹൃത്തായിട്ടാണ് സഞ്ജു എല്ലാവരോടും പെരുമാറുന്നത്. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻമാരിൽ ഒരാളായ ബട്ട്ലറെ പോലുള്ള ഒരു താരം ഒരു മലയാളി കളിക്കാരനെ കുറിച്ച് ഇത്രയും മികച്ച വാക്കുകൾ പറയണമെങ്കിൽ സഞ്ജുവിന്റെ സ്വഭാവം എത്രത്തോളം ഉന്നതമായിരിക്കണം. കളിക്കളത്തിൽ ഡേവിഡ് മില്ലറോ വാനിംഗ് വാസ്വാങ്കയോ ഷിംറോൺ ഹെറ്റ്മെയറോ ആരുമാകട്ടെ, സഞ്ജുവിനെ കെട്ടിപ്പിടിച്ച് സ്നേഹം പ്രകടിപ്പിക്കുന്നത് നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട്. എതിർ ടീമിലെ കളിക്കാർക്ക് പോലും സഞ്ജു ഒരു എതിരാളിയല്ല, മറിച്ച് ക്രിക്കറ്റിന്റെ ഭംഗി ആസ്വദിക്കുന്ന ഒരു നല്ല സുഹൃത്താണ്. സഞ്ജുവിന്റെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് വ്യക്തമാക്കുന്ന ഒരു സംഭവം ഇന്ത്യയുടെ ആഭ്യന്തര ക്രിക്കറ്റ് മത്സരത്തിനിടയിൽ നടക്കുകയുണ്ടായി. മത്സരത്തിനിടയിൽ എതിർ ടീമിലെ ഒരു യുവ ബോളർക്ക് പരിക്കേറ്റ് മൈതാനത്ത് വീണു. ആ സമയത്ത് ഫിസിയോ വരാൻ വൈകിയപ്പോൾ ഒട്ടും ആലോചിക്കാതെ സഞ്ജു ഓടിച്ചെന്ന കളിക്കാരന്റെ കാലുകൾ സ്ട്രെച്ച് ചെയ്യാൻ സഹായിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. താനൊരു അന്താരാഷ്ട്ര താരമാണെന്നോ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റാർ വാല്യൂ ഉള്ള കളിക്കാരനാണെന്നോ ഉള്ള യാതൊരുവിധ അഹങ്കാരവുമില്ലാതെയാണ് സഞ്ജു അന്ന് പെരുമാറിയത്. അതുപോലെ തന്നെ മറ്റൊരിക്കൽ മത്സരത്തിന് ശേഷം ഗ്രൗണ്ടിലേക്ക് ഓടിക്കയറി വന്ന ഒരു കൊച്ചു ആരാധകനെ സെക്യൂരിറ്റിക്കാർ തടയാൻ ശ്രമിച്ചപ്പോൾ സഞ്ജു ഇടപെട്ട് അവരെ മാറ്റി നിർത്തുകയും ആ കുട്ടിയെ ചേർത്ത് പിടിച്ച് ഫോട്ടോ എടുക്കുകയും ചെയ്തു. ആരാധകരെ വെറും ഒരു വരുമാന മാർഗമായി കാണാതെ തനിക്ക് ദൈവമായി കിട്ടിയ അനുഗ്രഹമായിട്ടാണ് സഞ്ജു കാണുന്നത്. 2026 എത്തി നിൽക്കുമ്പോൾ സഞ്ജു സാംസൺ എന്ന പേരിന്റെ വിപണി മൂല്യം കോടികളാണ്. BCCIയുടെ കോൺട്രാക്റ്റും IPL ചെന്നൈ സൂപ്പർ കിങ്സിൽ നിന്നുള്ള 18 കോടി രൂപയുടെ പ്രതിഫലവുമൊക്കെയായി വലിയ സാമ്പത്തിക നേട്ടങ്ങളുടെ നടുവിലാണ് സഞ്ജു ജീവിക്കുന്നത്. എന്നാൽ സഞ്ജുവിന്റെ വ്യക്തി ജീവിതത്തിലേക്ക് നോക്കിയാൽ ഇത്രയും ലാളിത്യമുള്ള മറ്റൊരു ക്രിക്കറ്ററെ കാണാൻ കഴിയില്ല. തിരുവനന്തപുരത്തെ തന്റെ പഴയ സുഹൃത്തുക്കളോടും ക്രിക്കറ്റ് കരിയറിന്റെ തുടക്കകാലത്ത് കൂടെ ഉണ്ടായിരുന്ന പരിശീലകരോടും ഇന്നും അതേ ബഹുമാനത്തോടെയാണ് സഞ്ജു സംസാരിക്കുന്നത്. കേരളത്തിൽ വരുമ്പോഴൊക്കെ വലിയ സുരക്ഷാ സന്നാഹങ്ങളോ ആഡംബരങ്ങളോ ഇല്ലാതെ സാധാരണക്കാരനായി ജീവിക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെടുന്നു. പണവും പ്രശസ്തിയും തലയ്ക്ക് പിടിക്കാത്ത ഈ സ്വഭാവമാണ് സഞ്ജുവിനെ യഥാർത്ഥത്തിൽ ഒരു ഗുഡ് ബോയ് ആക്കുന്നത്. ക്രിക്കറ്റ് ലോകത്തെ ഇതിഹാസങ്ങളായ രാഹുൽ ദ്രാവിഡ്, MS ധോണി, രോഹിത് ശർമ്മ തുടങ്ങിയവർക്കെല്ലാം സഞ്ജുവിനോട് ഒരു പ്രത്യേക വാത്സല്യമുണ്ട്. രാഹുൽ ദ്രാവിഡ് എന്ന മനുഷ്യന്റെ അതിശാന്തതയും മാന്യതയുമാണ് സഞ്ജുവിനും ലഭിച്ചിരിക്കുന്നത്. ദ്രാവിഡിന്റെ ശിക്ഷണത്തിൽ വളർന്നതുകൊണ്ട് തന്നെ കളിയിലെ അച്ചടക്കം സഞ്ജു എപ്പോഴും കാത്തു സൂക്ഷിക്കുന്നു. MS ധോണിയുടെ ചെന്നൈയിലേക്ക് സഞ്ജു മാറിയപ്പോൾ ധോണി പറഞ്ഞൊരു വാക്കുണ്ട്, സഞ്ജുവിന്റെ ബാറ്റിംഗ് കാണാൻ നല്ല ഭംഗിയാണ്, എന്നാൽ അതിനേക്കാൾ ഭംഗി അവന്റെ പെരുമാറ്റത്തിനാണ്. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും വലിയ കൂൾ ക്യാപ്റ്റനായ ധോണിയിൽ നിന്ന് ഇങ്ങനെയൊരു സർട്ടിഫിക്കറ്റ് ലഭിക്കുക എന്നത് ഏതൊരു കളിക്കാരന്റെയും സ്വപ്നമാണ്. സഞ്ജുവിനെ പലരും വിമർശിക്കാറുണ്ട്, അദ്ദേഹം കൂടുതൽ അഗ്രസീവ് ആകണം, കളിക്കളത്തിൽ അല്പം ചൂടാകണം എന്നൊക്കെ. എന്നാൽ സഞ്ജു തന്റെ രീതി മാറ്റാൻ തയ്യാറല്ല. ക്രിക്കറ്റ് എന്നത് വെറുമൊരു യുദ്ധമല്ല, അത് ആസ്വദിച്ച് കളിക്കേണ്ട ഒരു കലയാണെന്ന് സഞ്ജു വിശ്വസിക്കുന്നു. സ്ലഡ്ജിംഗ് നടത്തിയും ചതിയിലൂടെയും വിക്കറ്റുകൾ നേടുന്നതിനേക്കാൾ തന്റെ കഴിവ് കൊണ്ട് മാത്രം വിജയം നേടാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. പലതവണ വീഴ്ത്തിയിട്ടും ഇന്ത്യൻ ടീമിന്റെ വാതിലുകൾ പലപ്പോഴും അന്യമായി അടച്ചിട്ടിട്ടും സഞ്ജു പുഞ്ചിരിയോടെ ഇതിനെയെല്ലാം നേരിട്ടു. ഇന്ന് 2026 ലോകകപ്പ് ഹീറോയായി നിൽക്കുമ്പോഴും സഞ്ജുവിന്റെ സ്വഭാവത്തിന് ഒരു മാറ്റവുമില്ല.
കളിക്കളത്തിൽ ചോര നീരാക്കി പെരുമാറുമ്പോഴും മാന്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കാത്തത് കൊണ്ടാണ് ക്രിക്കറ്റ് ലോകം അദ്ദേഹത്തെ ഇത്രയധികം ബഹുമാനിക്കുന്നത്. കൂട്ടുകാരെ, സഞ്ജു സാംസൺ എന്ന കളിക്കാരന്റെ ബാറ്റിംഗ് മികവിനേക്കാൾ നിങ്ങളെ ആകർഷിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഏത് സ്വഭാവമാണ്? മൈതാനത്തെ ആ ശാന്തതയാണോ, അതോ ആരാധകരോടുള്ള ആ ലാളിത്യമാണോ? സഞ്ജുവിന്റെ ഈ ഗുഡ് ബോയ് ഇമേജിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിചാരങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. സഞ്ജു എന്ന ഈ മാന്യനായ കളിമകനെ സ്നേഹിക്കുന്നവർ ഈ വീഡിയോ പരമാവധി ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. കൂടുതൽ ക്രിക്കറ്റ് വിശേഷങ്ങളും ആഴത്തിലുള്ള വിശകലനങ്ങളുമായി സ്പോർട്സ് പിച്ച് വീണ്ടും എത്തും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി, വീണ്ടും കാണാം.